കാലങ്ങളായിട്ട് വിഷ്ണുപ്രസാദ് ഈ കരൾ രോഗ ചികിത്സയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ ആശുപത്രിയിലുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ രോഗം മൂർച്ഛിച്ചപ്പോൾ കരൾ മാറ്റിവെക്കാനുള്ള നീക്കത്തിലേക്ക് വരെ കടന്നിരുന്നു. മകൾ കരൾ കൊടുക്കാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നതിലേക്കൊക്കെ കടന്നിരുന്നു. അതിന് പക്ഷേ ഭീമമായ തുക വേണമെന്ന് പറഞ്ഞ് ഇപ്പോൾ ഈ സീരിയൽ മീഡിയ ആർട്ടിസ്റ്റുകളുടെ അസോസിയേഷനൊക്കെ അതിനുവേണ്ട പണം സമാഹരിക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ എത്തിയിരുന്നു. നേരത്തെ അവർ 30 ലക്ഷത്തോളം രൂപ വേണമെന്ന് പറഞ്ഞ പണം സമാഹരിക്കുന്നതിലേക്ക് എത്തി. ഒടുവിൽ ഈ കരൾ മാറ്റിവെക്കലിനെ തീരുമാനിച്ച് ഏറ്റവും ഒടുവിൽ ആശുപത്രിയിലേക്ക് എത്തിയപ്പോഴാണ് കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയിൽ വിഷ്ണുപ്രസാദ് ഇന്നലെ അന്തരിച്ചത്. ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടി അന്തരിച്ചത്. ഈ പറഞ്ഞതുപോലെ തന്നെ നിരവധി മലയാള സിനിമകളിൽ പ്രതിനായക വേഷത്തിലടക്കം തിളങ്ങിയ വ്യക്തിയാണ് വിഷ്ണുപ്രസാദ്. ഈ പറഞ്ഞ ലയൺ, ഒപ്പം റൺവേ തുടങ്ങിയ സിനിമകളിലൊക്കെ വിഷ്ണുപ്രസാദിന്റെ അഭിനയം നമ്മൾ കണ്ടതാണ്. അതിനൊപ്പം മാമ്പഴക്കാലം തുടങ്ങിയ സിനിമകൾ, ലോകനാഥൻ IAS, അങ്ങനെ കുറേ സിനിമകൾ ഈ അടുത്ത കാലത്തുമൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമകൾക്കൊപ്പം തന്നെ സീരിയലിലും സജീവമായിരുന്നു വിഷ്ണുപ്രസാദ്. നിരവധി ടെലിവിഷൻ സീരിയലുകളിൽ വേഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കെയാണ് ഇങ്ങനെ രോഗം മൂർച്ഛിച്ചതും ചികിത്സ തേടേണ്ടി വന്നതും. 2 പെൺകുട്ടികളാണ് വിഷ്ണുപ്രസാദിനുള്ളത്. ഈ ഇടയ്ക്ക് സീരിയൽ ടെലിവിഷൻ ആർട്ടിസ്റ്റുകളുടെ അസോസിയേഷൻ വിഷ്ണുപ്രസാദിന് വേണ്ടി ഫണ്ട് പിരിവൊക്കെ നടത്തിയിരുന്നു. 30 ലക്ഷത്തോളം രൂപ സമാഹരിച്ചിരുന്നു. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. നടൻ കിഷോർ സത്യയാണ് ഇന്ന് രാവിലെ വിഷ്ണുപ്രസാദിന്റെ മരണം ഫേസ്ബുക്കിലൂടെ അറിയിച്ചത്. ഇന്നലെ പുലർച്ചെ വരെ ഇവിടെ ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലായിരുന്നു. ഈ രോഗം മൂർച്ഛിച്ചപ്പോഴും ചികിത്സ തുടരുമ്പോഴും ഒക്കെ ഇദ്ദേഹവുമായി പലപ്പോഴും ഈ സീരിയൽ അസോസിയേഷൻ ആർട്ടിസ്റ്റുകളൊക്കെ ബന്ധപ്പെടുകയും കുടുംബവുമായി ബന്ധപ്പെട്ട് അവരുടെ വിഷ്ണുപ്രസാദിന്റെ സഹോദരി തന്നെ അവർക്കുള്ള സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ പറഞ്ഞു വെച്ചിരുന്നു. അതൊക്കെ നമ്മൾ പലതവണ മീഡിയയിലൂടെയൊക്കെ കണ്ടതാണ്. ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാണ് ഇവരുടെ അസോസിയേഷൻ ഇടയിൽ നിന്ന് തന്നെ താരങ്ങളടക്കമുള്ള ആളുകൾ സഹായവുമായി എത്തുകയും ഒടുവിൽ വിഷ്ണുപ്രസാദിന് ഈ പണം സമാഹരിക്കാൻ കഴിയുകയൊക്കെ ചെയ്തത്. 30 ലക്ഷത്തോളം രൂപ ഇതിന് കരൾ മാറ്റിവെക്കാൻ വേണ്ടി വരും എന്ന് പറഞ്ഞ് ആ പണം ഏറ്റവും ഒടുവിൽ സമാഹരിക്കുകയായിരുന്നു. പണം സമാഹരിച്ച് കഴിഞ്ഞാണ് ഇപ്പോൾ ചികിത്സയിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുൻപാണ്, കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുൻപാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. വിഷ്ണുപ്രസാദിന്റെ സിനിമകൾ ഈ മുഖം ഓർത്താൽ നമുക്ക് മനസ്സിലാകും. സിനിമകളുടെ അധികവും ചെയ്തിരിക്കുന്നത് ഈ വില്ലൻ വേഷങ്ങളും പ്രതിനായക വേഷങ്ങളും ഒക്കെയാണ്. അതിൽ ഈ റൺവേയിലും ഒപ്പം ലയണിലൊക്കെ ലയണിലെ ദിലീപിന് എതിരെ നിന്ന ആ നടൻ്റെ വേഷമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിലൊക്കെ പലതവണ ആ വേഷം ഇപ്പോഴും TV-യിലൊക്കെ വലിയ രീതിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് വിഷ്ണുപ്രസാദിന്റെ ഈ റൺവേയിലൊക്കെ ഉള്ള ക്യാരക്ടർ. അതിനൊപ്പം മറ്റ് പല സിനിമകളിലും ചെറുതും വലുതുമായ വേഷം ഈ നടൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ചികിത്സയ്ക്കിടെയാണ് ഈ സമയത്ത് ഇങ്ങനെയൊരു അന്ത്യം സംഭവിച്ചിരിക്കുന്നത്.